ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് മുറികളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് കയറാറുള്ളത്. എപ്പോഴും ഈ ഒരു രീതിയാണ് ഞാൻ ചെയ്യാറുള്ളത്. തലേന്ന് ഞാൻ അടുക്കളയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഉറങ്ങാറുള്ളൂ. അല്ലെങ്കിൽ പിറ്റേന്ന് എഴുന്നേറ്റ് അടുക്കളയൊക്കെ നോക്കുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും. നമുക്ക് ഒരു പണി എടുക്കാൻ തന്നെ തോന്നുകയില്ല. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ അച്ഛനും മാത്രമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ അടുക്കളയൊക്കെ കണ്ടതിന് ശേഷം പുറമേയുള്ള കാഴ്ചകൾ കാണാൻ ഇറങ്ങുകയാണ്. രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഒരു 15 മിനിറ്റെങ്കിലും ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഈ ഒരു കുടുംബത്തിലൊരംഗം കൂടിയുണ്ട്. ഒരു ഡോഗാണ്. ഡോഗിൻ്റെ പേര് ബബലു ആണ്. ബബലു രാവിലെയും വൈകിട്ടും രാത്രിയും നടക്കുന്ന ശീലമുണ്ട്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് നടക്കാൻ പോയിട്ടാണുള്ളത്. അച്ഛനാണ് ബബലുവിനെ നടത്തിക്കാറുള്ളത്. അങ്ങനെ പത്രവായനയൊക്കെ കഴിഞ്ഞ് ചെടികളൊക്കെ കാണാൻ പോവുകയാണ്. ഈ ചെടികളൊക്കെ അച്ഛനാണ് നട്ടു വളർത്തുന്നത്. അതിന് വേണ്ട വളങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത്. ചെടികളുടെ ഭംഗി ആസ്വദിച്ചതിന് ശേഷം ലവ് ബേർഡ്സിനെ കാണാൻ പോയി. ശേഷം തലേന്നുള്ള തുണികളൊക്കെ വാഷിംഗ് മെഷീനിലിട്ടു. പിന്നീട് റൂമൊക്കെ അടിച്ചു വാരാൻ വേണ്ടി പോയി. ആകെ അലങ്കോലപ്പെട്ടാണ് കിടക്കുന്നത്. ബെഡ്ഷീറ്റൊക്കെ നല്ല വൃത്തിയിൽ പിരിച്ചതിന് ശേഷം അടിച്ചു വാരി. അങ്ങനെ റൂമൊക്കെ അടിച്ചു വാരിയതിന് ശേഷം സെൻട്രൽ ഹാളിൽ വന്നു. വായു അടക്കാൻ വേണ്ടി ജനലുകളൊക്കെ തുറന്നിട്ടു. സെൻട്രൽ ഹാളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മറ്റുള്ള പണി ചെയ്യാൻ വേണ്ടി പോയി. മുറ്റമൊക്കെ അടിച്ചു വാരിയതിന് ശേഷം ബബലുവിനെ കളിപ്പിച്ച് അടുക്കളയിലേക്ക് വീണ്ടും പോയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ റെഡിയാക്കുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നൂൽപുട്ടും കടലയുമാണ്. അതിനിടയിൽ ബബലുവിൻ്റെ സൗണ്ട് കേട്ടത് നോക്കിയതാണ്. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉച്ചക്കത്തെ ചോറിനുള്ള അരി വേവിക്കാൻ വെച്ചു. മീൻ വാങ്ങാൻ വേണ്ടി അച്ഛൻ കടയിൽ പോയി. അതിനിടയിൽ ബബലുവിനെ കളിപ്പിച്ച് വറവുകളൊക്കെ മുറിച്ചിട്ടു. ഇന്നത്തെ മീൻ ചെമ്മീനാണ്. അതിനിടയിൽ ഒരു കാലിച്ചായ കുടിച്ചു. ഇന്നത്തെ കറി ചെമ്മീൻ കറിയും പിന്നെ കുറച്ച് ചെമ്മീൻ പൊരിക്കുകയും ചെയ്തു. പിന്നെ പച്ചക്കായ് വറവുമാക്കി. ബബലു നല്ല ഉറക്കിലാണ്. ചൂടായതുകൊണ്ട് ടൈൽസുമേൽ കിടന്നുറങ്ങുകയാണ്. കറിയും വറവും ആക്കിയതിന് ശേഷം മീൻ പൊരിക്കേണ്ട ഏർപ്പാടുകൾ ചെയ്തു. നമ്മൾ ചെമ്മീനിൻ്റെ കൂടെ തലയും പൊരിക്കാറുണ്ട്. ഇതൊക്കെ ആയതിന് ശേഷം ഭക്ഷണമൊക്കെ ഒരു പാത്രത്തിലെടുത്ത് മേശപ്പുറത്ത് വെച്ചു. കുടിക്കാൻ ചൂടുവെള്ളവും അടുപ്പത്ത് വെച്ചു. അങ്ങനെ ടൈം 2 മണിയായിരിക്കുകയാണ്. എല്ലാവരും ഒത്തുകൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു. ഉച്ച സമയത്ത് ഇങ്ങനത്തെ പഴയ സിനിമകളൊക്കെ കാണാൻ നല്ല രസമാണ്. TV കണ്ടതിന് ശേഷം വിശ്രമിച്ചു. ഇപ്പോൾ വൈകിട്ടായി. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ്. തേങ്ങ ഉരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെയാണ് വരാറുള്ളത്. തേങ്ങ ഉരിച്ച് വരുമ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. ആത്തച്ചക്ക പഴുത്തതായി കണ്ടു. അത് പറിച്ചെടുത്തു. അച്ഛൻ ബബലുവിനെയും കൂട്ടിയിട്ട് നടക്കാൻ പോയിട്ട് വരികയാണ്. അച്ഛന് കാര്യം മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന്. ബബലു നടന്നു വന്നാൽ പാല് കുടിക്കൽ നിർബന്ധമാണ്. പിന്നീട് കുളിച്ച് വിളക്ക് കത്തിക്കേണ്ട ഏർപ്പാടുകൾ നോക്കി. വിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രമാണ് ചായ കുടിക്കുന്നത്. ചായ ടൈമിന് ഒരതിഥി വന്നിരുന്നു. മാമനാണ്. മാമന് കട്ടൻ ചായയും നമുക്ക് പാൽ ചായയും ആക്കി. ചായക്കടി കല്ലുമ്മക്കായാണ്. കുടിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ചു. ഇത് ബബലുവിൻ്റെ ചിക്കൻ കാലാണ്. അതൊക്കെ ചൂടാക്കിയിട്ട് ബബലുവിന് കൊടുക്കാറാണ് പതിവ്. അലക്കിയ തുണികളൊക്കെ അൽമാരയിലേക്ക് മടക്കി വെച്ചു. അങ്ങനെ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ റൂം. ബെഡ്ഷീറ്റൊക്കെ മുഷിഞ്ഞതായതുകൊണ്ട് അതൊക്കെ വാഷിംഗ് മെഷീനിലിട്ടു. ഇന്ന് രാത്രി കഴിക്കാനുള്ളത് ചപ്പാത്തിയും മീൻകറിയാണ്. അതൊക്കെ കഴിച്ച് കുറച്ച് ടൈം ബബലുവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.